ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ കുൽഫി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ വീടുകളിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ കുൽഫിയാണിത്. എന്ന് പറഞ്ഞാൽ ടേസ്റ്റിനൊന്നും ഒട്ടും കുറവില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് കുൽഫി എങ്ങനെ തയ്യാറാക്കാൻ നമുക്കൊന്ന് നോക്കാം. കുൽഫി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3 ഗ്ലാസ് പാലാണ് എടുത്തേക്കുന്നത്. നല്ല കട്ടി പാൽ തന്നെ എടുക്കാം കേട്ടോ. പാക്കറ്റ് പാൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്താലും മതിയാകും. ഇനി ഈ പാൽ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു കുൽഫിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക. മധുരം വേണമെന്നുള്ളവർക്ക് കൂടുതൽ പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഇനി ഈ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വറ്റി നമ്മൾ എത്രയാണോ പാല് വെച്ചത് അതിന് പകുതിയായിട്ട് മാറണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വറ്റി തുടങ്ങിയിട്ടുണ്ട്. പകുതി പാലായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പാലിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് പഞ്ചസാരയും 4-5 ഏലക്കയും കൂടെ പൊടിച്ച പൊടിയാണിത്. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഏത് എസൻസ് ആണോ വേണ്ടതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിവിടെ ഞാനിപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള കുൽഫിയാണ് ഉണ്ടാക്കുന്നത്. വേറെ നട്ട്സും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ കൂട്ടൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂൺ കോൺഫ്ലവറിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. അതുപോലെ ഫ്ലെയിം എപ്പോഴും സിമ്മിലാക്കി തന്നെ വെച്ചേക്കാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ടയാക്കി കിട്ടും. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതിനി കുറുകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പാലിൻ്റെ കൂട്ടൊക്കെ നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കുറുകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ഒരു പരുവത്തിന് എടുത്താൽ മതിയാകും. കാരണം ഇത് ഇരിക്കും തോറും കുറച്ചും കൂടി ഒന്ന് ടൈറ്റായി കിട്ടും. ഇപ്പോൾ ഒരുപാട് കുറുകിയെന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ഇതുപോലെ ലൂസായിട്ട് നമുക്ക് കിട്ടും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കോൺഫ്ലവർ 1 സ്പൂൺ ചേർത്താൽ മതിയാകും. ഒരുപാട് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നട്ട്സുകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ബദാം ചേർക്കാം, പിസ്ത ചേർക്കാം, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പാലിൻ്റെ കൂട്ടൊക്കെ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് കട്ടിയായിട്ടാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. നിങ്ങളുടെ കയ്യിൽ കുൽഫിയുടെ മോൾഡൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വയ്ക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ കുഞ്ഞു കുഞ്ഞു ഗ്ലാസ്സുകളില്ലേ, അതിലെടുത്താലും മതി കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ ഞാൻ ഗ്ലാസ്സാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഇതൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതുപോലെ കുഞ്ഞു ഗ്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഒരുപാട് നിറയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഏകദേശം 3/4 പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് നിർത്താം. അങ്ങനെ നമ്മുടെ ഗ്ലാസ്സിലൊക്കെ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ കുറച്ച് സ്റ്റിക്കുകൾ നമുക്കിതിലേക്ക് കുത്തി കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇനി ഇത് നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കാം. ഒരു 8-10 മണിക്കൂറെങ്കിലും വേണം ഇതൊന്ന് ഫ്രീസായി കിട്ടാനായിട്ട്. ഇനി ഇത് ഫ്രീസറിലേക്ക് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കുൽഫിയൊക്കെ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഏകദേശം 10 മണിക്കൂറൊക്കെ എടുത്തു എനിക്കിത് സെറ്റായി കിട്ടാനായിട്ട്. ഇനി ഈ ഗ്ലാസ്സൊക്കെ 2-3 മിനിറ്റ് ഇളം ചൂടുള്ള വെള്ളത്തിലൊന്ന് ഇറക്കി വയ്ക്കുക. അപ്പോൾ ഈ ഗ്ലാസിൻ്റെ അറ്റത്തു നിന്നൊക്കെ നന്നായിട്ടത് വിട്ടുപോരും. അപ്പോൾ ഗ്ലാസിൻ്റെ അറ്റത്തു നിന്നൊക്കെ വിട്ടു പോന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ സിമ്പിളായിട്ട് ഇതങ്ങ് ഊരിപ്പോരും. വേണ്ട, നമ്മുടെ കുൽഫിയുടെ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുൽഫിയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.